നമസ്കാരം, ഞാൻ നിങ്ങളുടെ പൊട്ടക്കണ്ണൻ. കഴിഞ്ഞ മാസത്തെ പത്രവാർത്തകളൊക്കെ വായിച്ചവർക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും, ഓർമ്മയുണ്ടാവും. നമ്മുടെ കേരളത്തെ അതിദാരിദ്ര്യമുക്ത കേരളം ആക്കി സർക്കാർ പ്രഖ്യാപിച്ച മാസമാണ് കഴിഞ്ഞ മാസം. ഇനി നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരേ ഇല്ല, എല്ലാവരും ലക്ഷപ്രഭുക്കളാണെന്ന് കേട്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്ന സമയത്താണ് പുതിയൊരു കാര്യം വന്നത്. ഇന്നത്തെ പത്രവാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. പൊട്ടക്കണ്ണനാണെങ്കിലും ഞെട്ടി കേട്ടോ. സംസ്ഥാനത്തെ 7000 കുടുംബങ്ങൾക്ക് കൂടി പുതിയ അന്ത്യോദയ, ദാറ്റ് മീൻസ് മഞ്ഞ റേഷൻ കാർഡ് നൽകുന്നു. എന്റെ മക്കളെ, ഈ മഞ്ഞ റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ അത് ആർക്ക് കൊടുക്കുന്നതാണ്? അതിദരിദ്രരിൽ ദരിദ്രരായവർക്ക് കൊടുക്കുന്ന സാധനമാണ് ഈ മഞ്ഞ കാർഡ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, കഴിഞ്ഞ മാസം കേരളത്തിൽ അതിദരിദ്രരില്ല എന്ന് പറഞ്ഞ് ആ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തുമ്പോൾ ഈ 7000 കുടുംബങ്ങൾ ഏത് രാജ്യത്താണ് പോയിരുന്നത്? അതോ ഇനി ഇത്രയും പേരെ മറന്നുകൊണ്ടായിരുന്നു ആ വലിയ പ്രഖ്യാപനം? കാരണം മറ്റൊന്നുമല്ല, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ അതിൽ 10 വോട്ട് കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു ആ പ്രഖ്യാപനം. അതിന് സർക്കാർ ദാരിദ്ര്യത്തെ നാട് കടത്തി എന്ന് പറഞ്ഞപ്പോൾ അത് സൈഡിലൂടെ തിരിച്ചു കയറി വന്നതായിരിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ? കേരളത്തിൽ അതിദരിദ്രരില്ലെന്ന് പറഞ്ഞ് ഫ്ലെക്സ് അടിച്ച് വെക്കും, മറുഭാഗത്ത് പുതിയ ദരിദ്രർക്ക് മഞ്ഞ കാർഡ് വിതരണം ചെയ്യും. ഇതിനെയാണ് ആധുനിക കേരളത്തിന്റെ മാജിക് എന്ന് പറയുന്നത്. നമ്മുടെ സർക്കാരിന്റെ മാജിക്കാണ്, നമ്മളുടെ പിണറായി ഗവൺമെന്റിന്റെ മാജിക്കാണ് കേട്ടോ. പൊട്ടക്കണ്ണനാണെന്ന് കരുതി ഞങ്ങളെയൊക്കെ ഇങ്ങനെ പറ്റിക്കാമോ സാറേ? എനിക്ക് വരെ ഈ ലോജിക്ക് തെറ്റുന്നത് കാണാം. ഇനിയിപ്പോ ഈ 7000 പേർക്ക് കാർഡ് കൊടുത്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രഖ്യാപനം വരും. കാരണം അടുത്ത ഇലക്ഷൻ വരികയാണ്, കേരളം വീണ്ടും അതിദരിദ്രമുക്തമായി. വിചിത്രമായ കണക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ 7000 കുടുംബങ്ങൾ എവിടെ നിന്ന് വന്നവരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കരുതൽ ട്രോളുകളുമായി പൊട്ടക്കണ്ണൻ ട്രോൾസ് വീണ്ടും വരും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.